എന്നും രാത്രി അത്താഴത്തിന് നമ്മൾ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ കഴിഞ്ഞ ഒരു മടുപ്പാണല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല പൊതുവേ ആമിക്ക് വലിയ ഇഷ്ടമാണ് ദോശയും ചമ്മന്തിയും മുളക് ചാലിച്ചത് ഓംലേറ്റും ഒക്കെയാണ് അവൾക്ക് വലിയ ഇഷ്ടം. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോയി ആമിക്ക് ദോശയും ഓംലേറ്റും ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായി പോയിട്ട് വല്ലാത്തൊരു ക്ലൈമറ്റൊക്കെ അല്ലേ, ഇപ്പം മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ കൊണ്ടുപോകുന്നില്ല ആമയെ. അന്നേരം എന്തായാലും വിചാരിച്ചു വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഉച്ചയായപ്പോഴത്തേനും നമ്മൾ മാവൊക്കെ ആയിട്ട് പതപ്പിച്ച് വെച്ചു. രാത്രി ഒരു 8-8:30 ആയപ്പോഴത്തേനും നമുക്ക് നല്ല കുഞ്ഞ് ദോശയൊക്കെ ചുട്ട് കൊടുത്തു. ഒരു ഓംലേറ്റും മുളകൊന്നും ഇല്ലാതെ ഒരു ഓംലേറ്റും. കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഓംലേറ്റിൻ്റെ മണ്ടയിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മുളകും ചാലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തിക്കകത്തും മുളക് ഇട്ടിട്ടില്ല, പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. അതിനകത്തേക്ക് തേങ്ങ അരച്ചതിനകത്തേക്കാണ് മുളക് പൊടി ചേർത്തേക്കുന്നത്. അപ്പോൾ എന്തേ 3 ദോശയും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും ആമയും കൂടി ഇങ്ങനെയാണ് കഴിക്കുന്നത്. കൂടെ ഒരു കട്ടനും കൂടെ ഇട്ട്. അപ്പോൾ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. ഇതൊരു ടാറ്റാ ബൈ ബൈ.